മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേവികുളത്ത് ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി ജീവനക്കാർ. ദുരിതക്കയത്തിൽ നിന്നും മോചനമില്ലാതെ പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾ. അന്തിയുറങ്ങുന്നത് ഏത് സമയത്തും നിലംപതിക്കാവുന്ന ലയങ്ങളിൽ. ലയങ്ങളുടെ നവീകരണം പ്രഖ്യാപനത്തിൽ മാത്രം. കാടുകയറാതെ കാട്ടുകൊമ്പൻ പടയപ്പ നാട്ടിൽ നാശം വിതയ്ക്കുന്നു. പടയപ്പയുടെ പരാക്രമം തുടർക്കഥയായതോടെ പുറത്തിറങ്ങാൻ ഭയന്ന തോട്ടം തൊഴിലാളികൾ. മൂന്നാറിൽ നിന്നും പടയപ്പ മറയൂരിലുമെത്തി. കാലവർഷമഴ ശക്തമായി തുടരുന്നു. ജില്ലയിൽ ഇടുക്കി അണക്കെട്ടൊഴികെയുള്ള മറ്റ് ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നു. കല്ലാർകുട്ടി, ലോവർ പെരിയാർ അണക്കെട്ടുകൾ തുറന്നിരിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ദേവികുളത്ത് ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായി പരാതി. ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ട്രഷറി ജീവനക്കാരിയായ ഒരാൾക്ക് ഇത് സംബന്ധിച്ച കത്ത് ലഭിച്ചതോടെയാണ് സംഭവത്തിൽ പ്രതിഷേധമുയർന്നിട്ടുള്ളത്. 4 പതിറ്റാണ്ടിലധികമായി ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. 1979 മുതൽ ദേവികുളത്ത് ട്രഷറി ജീവനക്കാർക്ക് അനുവദിച്ചത് നൽകിയിട്ടുള്ള ക്വാർട്ടേഴ്സുകൾ സംബന്ധിച്ചാണിപ്പോൾ വിവാദമുയർന്നിട്ടുള്ളത്. ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായാണ് പരാതി. നാളിതുവരെ ട്രഷറി ജീവനക്കാരാണ് താമസിച്ച് വന്നിരുന്നത്. ഈ അടുത്ത 1-2 മാസമായിട്ട് 3-4 ജീവനക്കാർക്ക് മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് സബ് കളക്ടർ അലോട്ട് ചെയ്ത് കൊടുത്തതായിട്ട് അറിയുന്നു.
2021 മുതൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വന്നിരുന്ന ട്രഷറി ജീവനക്കാരിൽ ഒരാൾക്ക് ക്വാർട്ടേഴ്സിൽ നിന്നും മാറണമെന്ന് ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ കത്ത് ലഭിച്ചതോടെയാണ് വിഷയത്തിൽ പ്രതിഷേധമുയർന്നിട്ടുള്ളത്. അറിയിപ്പ് ലഭിച്ചതോടെ ട്രഷറി ജീവനക്കാരി ആശങ്കയിലായി. ക്വാർട്ടേഴ്സ് ഒഴിയേണ്ടി വന്നാൽ പ്രതിസന്ധിയിലാകുമെന്നും നിലവിലെ വരുമാനത്തിൽ വീട് വാടകയ്ക്കെടുത്ത് ജോലിക്ക് പോവുക പ്രായോഗികമായ കാര്യമല്ലെന്നും ജീവനക്കാരി പറയുന്നു. ജോലിയിൽ പ്രവേശിച്ച നാൾ മുതൽ താമസത്തിന് അനുവദിച്ച് കിട്ടിയ ക്വാർട്ടേഴ്സാണിതെന്നും ഇതിന് ആനുപാതികമായ തുക ശമ്പളത്തിൽ നിന്ന് എടുക്കുന്നതായും ജീവനക്കാരി പറഞ്ഞു. ക്വാർട്ടേഴ്സിൽ നിന്ന് 7 ദിവസത്തിനകം മാറണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ക്വാർട്ടേഴ്സ് വേറെ ആൾക്ക് അലോട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 7 ദിവസത്തിനകം മാറിക്കൊടുക്കണം എന്ന് പറയുന്നു. ഞാൻ ജോയിൻ ചെയ്ത് ക്വാർട്ടേഴ്സിൽ വന്ന അന്ന് തൊട്ട് എൻ്റെ HRA കട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് SPO അലോട്ട് ചെയ്ത് തന്ന ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത്. അതിൻ്റെ ഓർഡർ എൻ്റെ ഓഫീസിലും ഉണ്ട്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ മാറണം എന്ന് പറയുന്നത് എനിക്കറിഞ്ഞില്ല. കത്ത് ലഭിച്ച 7 ദിവസത്തിനകം ക്വാർട്ടേഴ്സ് ഒഴിയണമെന്നാണ് നിർദ്ദേശം. വിനോദസഞ്ചാര മേഖലയായതിനാൽ മാസവാടകയ്ക്ക് ദേവികുളത്ത് വീട് ലഭിക്കുക അത്ര എളുപ്പമല്ല. ഉള്ള വീടുകൾക്ക് ഭാരിച്ച വാടകയും നൽകേണ്ടതായി വരും. ഈ സാഹചര്യത്തിൽ ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ച് നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, ദേവികുളം. കാണാം ആനക്കലിയുടെ ഇരകൾ. കാടുകയറാതെ കാട്ടുകൊമ്പൻ പടയപ്പ നാട്ടിൽ നാശം വിതയ്ക്കുന്നു. രാത്രി പകൽ വ്യത്യാസമില്ലാതെ പടയപ്പ ജനവാസ മേഖലയിൽ തുടരുന്നതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് തോട്ടം തൊഴിലാളികൾക്ക്. നാട്ടുകാരുടെ ഏറെ പ്രിയപ്പെട്ട ആനയായിരുന്നു പടയപ്പയെങ്കിലും നിലവിൽ കാട്ടാന വാഹനങ്ങൾ ആക്രമിക്കുകയും കടകൾ തകർക്കുകയും ചെയ്ത് നാശം വിതയ്ക്കാൻ തുടങ്ങിയതോടെ പടയപ്പ നാട്ടുകാരുടെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പടയപ്പ എന്ന് നാട്ടുകാർ പേരിട്ട് വിളിക്കുന്ന കാട്ടാന മൂന്നാറിൽ വ്യാപക നാശമാണ് വിതയ്ക്കുന്നത്. ഇതിനോടകം നിരവധി വാഹനങ്ങൾ തകർക്കുകയും ഏക്കർ കണക്കിന് കൃഷിയും നശിപ്പിച്ചു. കാട്ടാന ആക്രമണം രൂക്ഷമായി തുടങ്ങിയതോടെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനം വകുപ്പ് പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചെങ്കിലും മൂന്നാർ മേഖലയിൽ മറ്റു കാട്ടാന ആക്രമണങ്ങളും തുടർക്കഥയായതോടെ പടയപ്പയെ മാത്രം നിരീക്ഷിക്കാൻ ഇവർക്കും സമയമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ പടയപ്പയെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് തുരത്തുകയും ജനവാസ മേഖലയിലേക്ക് തിരികെ എത്താത്ത വിധം പ്രതിരോധം തീർക്കണമെന്നതുമാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസവും പടയപ്പ ജനവാസ മേഖലയിലെത്തി. മുമ്പ് മൂന്നാർ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ഇപ്പോൾ മറയൂർ മേഖലയ്ക്കടുത്താണുള്ളത്. മറയൂരിന് സമീപം തലയാർ എസ്റ്റേറ്റിലെ കടുകുമുടി ഡിവിഷനിലാണ് കാട്ടാന എത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പ് മാട്ടുപ്പെട്ടി മേഖലയിലെ റോഡിലും പടയപ്പ ഇറങ്ങിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ മറയൂരിലേക്ക് കാട്ടാന എത്തിയിട്ടുള്ളത്. ഇതാ തോട്ടം മേഖലയിൽ ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. മഴക്കാലമെത്തി വനത്തിനുള്ളിൽ തീറ്റയുടെയും വെള്ളത്തിന്റെയും ലഭ്യത വർദ്ധിച്ചിട്ടും കാട്ടാന കാട് കയറാൻ തയ്യാറാകാത്തത് വനം വകുപ്പിനും തലവേദനയായി മാറിയിരിക്കുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. കാലവർഷ മഴ ശക്തമായി തുടരുന്നു. ജില്ലയിൽ ഇടുക്കി അണക്കെട്ടൊഴികെയുള്ള മറ്റ് ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നു. നിലവിൽ പരമാവധി സംഭരണ ശേഷിയിലെത്തിയ കല്ലാർകുട്ടി, ലോവർ പെരിയാർ അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ്. മഴ തുടരുന്ന സാഹചര്യമുണ്ടായാൽ മറ്റ് ചെറുകിട അണക്കെട്ടുകളും തുറക്കേണ്ടി വരും. കാലവർഷ മഴ ഇത്തവണ ശക്തമാകുന്നതിന് മുന്നേ തന്നെ ജില്ലയിലെ അണക്കെട്ടുകൾ ജലസമൃദ്ധമാണ്. ഇടുക്കി അണക്കെട്ടിൽ മാത്രമാണ് ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നത്. 2403 അടി പരമാവധി സംഭരണശേഷിയുള്ള ഇടുക്കി അണക്കെട്ടിൽ നിലവിലെ ജലനിരപ്പ് 2343.24 അടിയാണ്. ജലനിരപ്പ് ഉയർന്ന 2365 അടിയിലെത്തിയാൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിക്കും. 2371 അടിയിൽ ഓറഞ്ച് അലർട്ടും 2372 അടിയിൽ എത്തുമ്പോൾ റെഡ് അലർട്ടും പ്രഖ്യാപിക്കും. ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ എത്തിയതിനെ തുടർന്ന് കല്ലാർകുട്ടി, ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. 456.59 മീറ്ററാണ് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി. ലോവർ പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി 253 മീറ്ററാണ്. 707.75 മീറ്ററാണ് പൊന്മുടി അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി. നിലവിലെ ജലനിരപ്പ് 704.55 ആണ്. നിലവിൽ അണക്കെട്ടിൽ ബ്ലൂ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറിൽ മഴ ശക്തമായാൽ പൊന്മുടിയും തുറക്കേണ്ടി വരും. കാലവർഷ ആരംഭത്തിൽ അണക്കെട്ടിന്റെ 3 ഷട്ടറുകളും ഉയർത്തിയിരുന്നു.
1599.59 മീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 1592.50 അടിയാണ്. 1207.02 മീറ്ററാണ് ആനയിറങ്ങലിലെ പരമാവധി സംഭരണശേഷി. ഇവിടെയും ജലനിരപ്പ് ഉയർന്ന 1199.16 എത്തിയിട്ടുണ്ട്. കുണ്ടള അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 1741 മീറ്ററാണ്. 1758.69 മീറ്ററാണ് പരമാവധി സംഭരണശേഷി. ഇരട്ടയാറിൽ 748 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. 824.48 മീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള കല്ലാറിൽ ജലനിരപ്പ് 820.50 മീറ്ററിലെത്തി. മലങ്കര ജലാശയത്തിൽ നിലവിലെ ജലനിരപ്പ് 39.56 മീറ്ററാണ്. 42 മീറ്ററാണ് പരമാവധി സംഭരണശേഷി. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ഈ കാലവർഷത്തിലും പീരുമേട് ടീ കമ്പനിയിലെ തോട്ടം തൊഴിലാളികൾക്ക് ദുരിതക്കയത്തിൽ നിന്നും മോചനമില്ല. പൂട്ടിപ്പോയ തോട്ടങ്ങളിലെ ചോർന്നൊലിക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങൾ നവീകരിക്കുന്നതിന് ധനവകുപ്പ് പണം അനുവദിച്ചെന്ന് പറയുമ്പോഴും മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെടൽ നടത്തിയിട്ടും ലയങ്ങളുടെ നവീകരണത്തിന് നടപടിയില്ല. ഇത് 25 വർഷമായി മൊത്തം പൊടിഞ്ഞു കിടക്കുക. എല്ലാവരും വന്ന് നോക്കും, പോകും, പിന്നെ ഒന്നും ചെയ്യല. ഞങ്ങൾ കുഞ്ഞുപിള്ളേരും വിളിച്ചത് പോകുന്നറിയില്ല. 2000 ഡിസംബർ 13 പീരുമേട് ടീ കമ്പനി അടച്ചുപൂട്ടി ഉടമ മലയിറങ്ങുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഒരു തവണ പോലും ലയങ്ങളുടെ അറ്റകുറ്റപ്പണി ചെയ്തിട്ടില്ല. കാലപ്പഴക്കം ചെന്ന ലയങ്ങളിൽ പലതും തകർന്നു വീണു. ബാക്കി നിൽക്കുന്ന ലയങ്ങളിലാണ് പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടിയും മറ്റുമായി തൊഴിലാളികൾ ദുരിത ജീവിതം നയിക്കുന്നത്. മഴ പെയ്തു തുടങ്ങിയാൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല. രാത്രികാലത്ത് കുടചൂടി വെളിച്ചം പോലുമില്ലാതെ ഉണർന്നിരുന്ന നേരം വെളുപ്പിക്കും. പ്രായമായവരും കുട്ടികളുമടക്കം താമസിക്കുന്ന ലയങ്ങളുടെ ദുരവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഓരോ സർക്കാരിന്റെയും കാലത്ത് ഉണ്ടാകാറ്. (2700 ഏക്കർ തോട്ടം ഉപേക്ഷിച്ചപ്പോൾ ഇവിടെ പണിയെടുത്തിരുന്ന 1330 സ്ഥിരം തൊഴിലാളികളും ഏകദേശം അത്രത്തോളം തന്നെ താൽക്കാലിക തൊഴിലാളികളും മറ്റ് ഓഫീസ് ജീവനക്കാരുമാണ് പ്രതിസന്ധിയിലായത്. പല തൊഴിലാളികളും മരണത്തിനും കീഴടങ്ങി. ബാക്കിയുള്ളവർ യൂണിയനുകൾ വീതം വെച്ച് നൽകിയ തോട്ടങ്ങളിൽ കൊളുന്തുനുള്ളി ജീവിതം തുടരുകയാണ്. ഞങ്ങൾ പണിക്ക് പോവുക, ഞങ്ങൾ വന്ന് ഉള്ള കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിച്ചേച്ച് പിള്ളേരെ നോക്കി ഞങ്ങൾ ഇരിക്കുക. മഴ പെയ്താണെങ്കിൽ വീടും വരവില്ല, നനഞ്ഞ് മേൽക്കൂറയെല്ലാം പോയി ഒത്തിരി മോശമായിട്ട് കിടക്കുന്നു. പീരുമേട്ടിലെ കോട്ടമല ലയത്തിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് തൊഴിലാളി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. വിഷയത്തിൽ ഗൗരവമായി ഇടപെടുകയും ലയങ്ങളുടെ പുനരുദ്ധാരണ പദ്ധതികൾ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം വരുത്തരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിടുകയും ചെയ്തിരുന്നു. നവീകരണത്തിനായി 10 കോടി മാറ്റിവെച്ചെന്ന് കമ്മീഷനെ അറിയിച്ചതല്ലാതെ ഈ കാലവർഷത്തിലും തൊഴിലാളികൾക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാൻ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സിറ്റി വിഷൻ പീരുമേട്. പീരുമേട് ടീ കമ്പനിയിലെ തോട്ടം തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഇന്ന് ബിഗ് സ്റ്റോറിയിൽ. വാർത്തകൾക്ക് ശേഷം ബിഗ് സ്റ്റോറിയുമായി സന്ദീപ് രാജക്കാടെത്തും. ശക്തമായ മഴയിൽ നിർമ്മാണം നടത്തിവന്ന റോഡിന്റെ വശമിടിഞ്ഞ് അപകടാവസ്ഥയിലായി. എല്ലക്കൽ വൈസന്മാലി റോഡിലെ മഞ്ഞപ്പള്ളി ഭാഗത്താണ് റോഡ് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ മഴക്കാലത്തും പ്രദേശത്ത് സമാനമായ രീതിയിൽ റോഡിടിഞ്ഞ് ഏക്കർ കണക്കിന് കൃഷി നശിച്ചിരുന്നു. സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാതെ അശാസ്ത്രീയമായി നടത്തിയ നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. PWD ഏറ്റെടുത്ത പുതിയതായി നിർമ്മാണം നടത്തുന്ന റോഡാണ് ശക്തമായ മഴയിൽ അപകടാവസ്ഥയിലായിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും റോഡ് അപകടാവസ്ഥയിലായിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡ് തകരാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 4 കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ ഒരിടത്ത് പോലും കലുങ്കുകൾ നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയിൽ കുത്തിയൊഴുകുന്ന വെള്ളം റോഡിലൂടെയാണ്. ഇതാണ് റോഡിന്റെ വശമിടിയാൻ കാരണം.
നിലവിൽ പരവരാഗത്ത് ജോസുകുട്ടിയുടെ വീടിന് സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായാൽ റോഡ് തകരുക മാത്രമല്ല ജോസുകുട്ടിയുടെ വീടും അപകടാവസ്ഥയിലാകും. കഴിഞ്ഞ വർഷം ഇതേ റോഡിൽ മഞ്ഞപ്പള്ളി ബെന്നിയുടെ വീടിന് സമീപത്തുണ്ടായ സമാനമായ മണ്ണിടിച്ചിലിൽ നിരവധി കർഷകരുടെ ഏക്കർ കണക്കിന് കൃഷി നശിക്കുകയും ചെയ്തിരുന്നു. കാലങ്ങൾ കാത്തിരുന്ന് കിട്ടിയ റോഡ് സംരക്ഷിക്കുന്നതിന് കലിങ്കോൽ നിർമ്മിക്കുകയും മണ്ണിടിച്ചിൽ സാധ്യത ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, എല്ലക്കൽ. ഇനി ചെറിയൊരു ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ഇരുമ്പുപാലത്ത് വിനോദസഞ്ചാരിക്ക് തെരുവനായയുടെ കടിയേറ്റു. കാലടിയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ 7 അംഗ സംഘത്തിൽപ്പെട്ട ഒരാളെയാണ് തെരുവനായ ആക്രമിച്ചത്. കാലിന് പരിക്കേറ്റ ഇയാൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇരുമ്പുപാലം മേഖലയിൽ തെരുവനായ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിലുണ്ടായ തെരുവനായ ആക്രമണത്തിന് പിന്നാലെയാണ് അടിമാലി ഇരുമ്പുപാലത്തും വിനോദസഞ്ചാരിക്ക് തെരുവനായയുടെ കടിയേറ്റത്. ഇരുമ്പുപാലത്ത് വഴിയോരത്തെ കടയിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കവേ ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു തെരുവനായ ആക്രമിക്കുകയായിരുന്നു. കാലടിയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ 7 അംഗ സംഘത്തിൽപ്പെട്ട ഒരാളെയാണ് തെരുവനായ ആക്രമിച്ചത്. കാലിന് പരിക്കേറ്റ ഇയാൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇങ്ങനെയുള്ള പ്രശ്നമുള്ള പട്ടികളെ എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കേണ്ടതാണ്. എത്രയോ സംഭവങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ഒരു നടപടി ലോക്കൽ ബോഡി പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തൊരു കുട്ടീനെ കൊണ്ടിട്ടുണ്ട് ഇവിടെ പട്ടിക അടിച്ചിട്ടുള്ളത്. ഒരു ലോക്കൽ ബോഡിക്കോ അതല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാരിനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായമായി അവർ നോക്കി നിൽക്കണം. കൂട്ട് എന്താണെന്നൊരു പിടുത്തം കിട്ടേണ്ടതൊന്നും. ഇതൊക്കെ എന്തെങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും പൊതുജനങ്ങൾക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, വന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോവുക എന്നുള്ളതും ലോക്കൽ ബോഡിയും വളരെ നല്ല രീതിയിൽ നോക്കേണ്ടതാണെന്ന്. ഇരുമ്പുപാലം മേഖലയിൽ തെരുവനായ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട്. പ്രായമായവരും സ്ത്രീകളും കുട്ടികളുമൊക്കെ നായ്ക്കളെ ഭയന്ന് യാത്ര ചെയ്യേണ്ട സ്ഥിതിയുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ 10-ലധികം ആളുകൾക്കാണ് തെരുവനായയുടെ കടിയേറ്റത്. അടിമാലി ടൗണിൽ കഴിഞ്ഞ ദിവസം തെരുവനായ ഒരാളെ ആക്രമിക്കാൻ മുതിരുകയും ആളുകൾ ബഹളമുണ്ടാക്കിയതോടെ നായ പിന്മാറുകയും ചെയ്തു. മാങ്കുളത്ത് കഴിഞ്ഞ ദിവസം തെരുവനായ ഇരുചക്ര വാഹനത്തിന് കുറുകെ ചാടി വാഹനം മറിഞ്ഞ് ബൈക്ക് യാത്രികന്റെ മുഖത്തിന് പരിക്ക് സംഭവിച്ചു. സിറ്റി വിഷൻ, അടിമാലി. സ്വർണ്ണ നിറമുള്ള നിലമ്പൂർ തേക്കുകൊണ്ട് ഇഷ്ടനേതാവിന് സമ്മാനിക്കുവാൻ കൊളാഷ് നിർമ്മിച്ചിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്നൊരു കലാകാരൻ. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയായ M സ്വരാജിന് സമ്മാനിക്കുവാനായാണ് ദിവസങ്ങളോളം എടുത്ത കലാകാരനായ പ്രിൻസ് ഭുവനചന്ദ്രൻ കലാസൃഷ്ടി പൂർത്തിയാക്കിയത്. പൂർണ്ണമായും നിലമ്പൂരിൽ നിന്നും എത്തിച്ച തേക്ക് തടി ഉപയോഗിച്ചാണ് M സ്വരാജിന്റെ ചിത്രം ക്യാൻവാസിലേക്ക് പകർത്തിയത്. ഇത് പ്രിൻസ് ഭുവനചന്ദ്രൻ. വ്യത്യസ്തങ്ങളായ 100 കലാസൃഷ്ടികൾ കൊണ്ട് ഇദ്ദേഹം ഇതിനകം പ്രശസ്തനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും M സ്വരാജിനെ പോലെയുള്ള യുവ നേതാക്കളോടുമുള്ള ഒടുങ്ങാത്ത ആഭിമുഖ്യമാണ് ഈ സൃഷ്ടിക്ക് പിന്നിൽ.
ഇത്തവണ പൊടിപാറുന്ന മത്സരം നടക്കുന്ന നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിക്കായി ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണമെന്ന് ആദ്യമേ കരുതിയിരുന്നു. ഇങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ദേശാഭിമാനി സൺഡേ സപ്ലിമെന്ററിൽ നിലമ്പൂർ തേക്കിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ വന്നത്. ഇതാണ് പ്രചോദനമായത്. എങ്കിൽ പിന്നെ ടൈറ്റാനിക്കിനും റോൾഡ് റോയ്സ് കാറിനുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നിലമ്പൂർ തേക്കുകൊണ്ട് തന്നെ കലാസൃഷ്ടി നടത്താമെന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ നിലമ്പൂരുള്ള സുഹൃത്തുക്കളുമായി ആവശ്യകത പറഞ്ഞു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എരുമമുണ്ട 132ാമത് ബൂത്തിലെ LDF പ്രവർത്തകർ തേക്ക് എത്തിച്ചു തരാമെന്നേറ്റു. അങ്ങനെ ബസ്സിൽ കയറ്റി അയച്ച തേക്ക് ഉപയോഗിച്ച് 6 ദിവസത്തോളം പണിപ്പെട്ടാണ് രൂപം യാഥാർത്ഥ്യമായത്. 25 കിലോ തേക്ക് തടിയാണ് നിലമ്പൂരിൽ നിന്നും അയച്ചു കൊടുത്തത്. ഇതിൽ നിന്നും 560-ലധികം കഷ്ണങ്ങൾ വിവിധ ആകൃതികളിൽ മുറിച്ചെടുത്ത് കൊളാഷ് തീർക്കുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ കലാസൃഷ്ടിയുമായി നിലമ്പൂരിലേക്ക് പോകുവാനാണ് ഈ കലാകാരൻ തയ്യാറെടുക്കുന്നത്. നിലമ്പൂർ തേക്കിനെ കുറിച്ച് ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പോഴാണ് പെട്ടെന്ന് നിലമ്പൂർ മത്സരിക്കുമ്പോൾ നിലമ്പൂർ തേക്ക് വെച്ച് തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സൃഷ്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വരികയും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ നിലമ്പൂർ എരുമുണ്ട എന്ന ഒരു സ്ഥലത്ത് 132ാം ബൂത്ത് നമ്പറിൽ കുറച്ചു ദിവസം പ്രചരണ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത ശേഷമാകും പ്രിൻസ് ഇടുക്കിയിലേക്ക് തിരികെ എത്തുക. സ്ഥാനാർത്ഥിക്ക് തന്നെ നേരിട്ട് കലാസൃഷ്ടി കൈമാറുവാനാണ് താല്പര്യമെന്നും ഈ കലാകാരൻ പറയുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമാകുന്നതും കാത്തിരിക്കുകയാണ് 60-കാരിയായ ജലജ വർഗീസ്. നിലവിൽ അടിമാലി ടൗണിന് സമീപം കാര്യമായ ഉറപ്പൊന്നുമില്ലാത്ത വീട്ടിൽ വാടകയ്ക്കാണ് തനിച്ച് ജലജയുടെ താമസം. വീടിനായി തനിക്ക് അർഹതപ്പെട്ട സർക്കാർ സഹായം വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും നടപ്പായി കിട്ടിയില്ലെന്നാണ് ജലജയുടെ പരാതി. 60-കാരിയായ ജലജ നിലവിൽ അടിമാലി ടൗണിന് സമീപം വാടക വീട്ടിലാണ് കഴിഞ്ഞു വരുന്നത്. നാളുകൾക്ക് മുമ്പ് അമ്മ മരിച്ചതോടെ തനിച്ചാണ് ജീവിതമെന്ന് ജലജ പറയുന്നു. അടച്ചുറപ്പുള്ളൊരു വീട് യാഥാർത്ഥ്യമാകുന്നതും കാത്താണ് ജലജയുടെ ജീവിതം. പ്രളയ ദുരിതാശ്വാസ തുകയ്ക്ക് തനിക്കർഹതയുണ്ടെന്ന് ജലജ പറയുന്നു. പ്രളയത്തിലുണ്ടായ നഷ്ടം സംബന്ധിച്ച് അപേക്ഷ നൽകിയിരുന്നുവെന്നും പക്ഷേ നാളിത്ര പിന്നിട്ടിട്ടും തുടരിടപെടലുകൾ ഫലപ്രദമായി നടന്നില്ലെന്നും ജലജ പരാതി ഉന്നയിക്കുന്നു. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുകൂല ഇടപെടൽ വേണമെന്നും അടച്ചുറപ്പുള്ളൊരു വീട് യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്നുമാണ് ജലജയുടെ ആവശ്യം. അവിവാഹിതയായി ഞാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ എനിക്ക് സുരക്ഷിതമായി കഴിയാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞാൻ വ്യക്തമാക്കിക്കൊണ്ട് അയച്ചിട്ടും അവിടുന്ന് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പുതിയ കളക്ടർ മാറി വന്നപ്പോൾ, ഇപ്പോഴത്തെ കളക്ടർ 2024 കളക്ടർ മാറി വന്നപ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിലെങ്കിലും എന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കളക്ടറെ അടുത്ത് നിന്ന് എൻ്റെ ദയനീയാവസ്ഥ ബോധ്യപ്പെടുത്തി. മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ജില്ലാ ഭരണകൂടം തുടങ്ങി വിവിധയിടങ്ങളിൽ തന്റെ നിസ്സഹായാവസ്ഥ ചൂണ്ടിക്കാട്ടി പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചിട്ടും സ്വന്തമായൊരു കിടപ്പാടം യാഥാർത്ഥ്യമാകാത്തതിലുള്ള പരാതി ജലജയ്ക്കുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നതായി ജലജ പറഞ്ഞു. സർക്കാരുകളുടെ പാർപ്പിട പദ്ധതികളിലും തഴയപ്പെട്ടതിന്റെ നിസ്സഹായാവസ്ഥ ജലജ പങ്കുവച്ചു. ജലജ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനും പറയത്ത ഉറപ്പോ സുരക്ഷിതത്വമോ ഇല്ല. പെൻഷൻ തുകയാണ് ഇപ്പോഴത്തെ വരുമാന മാർഗമെന്നും തന്റെ നിസ്സഹായാവസ്ഥയ്ക്കും വീടെന്ന സ്വപ്നത്തിനും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടലിലൂടെ പരിഹാരം കാണണമെന്നുമാണ് ജലജയുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിലാദ്യമായി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധിയുടെ ഉദ്ഘാടനമാണ് പൂപ്പാറയിൽ നടന്നത്. ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ജൻ ഔഷധിയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായ കെട്ടിടത്തിലാണ് മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ കീഴിൽ ജൻ ഔഷധി പ്രവർത്തനം ആരംഭിക്കുന്നത്. ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ജീവൻ രക്ഷാ മരുന്നുകൾ 50% മുതൽ 90% വരെ വിലക്കുറവിൽ ലഭിക്കും. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VV ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഉടുമ്പൻചോല MLA MM മണി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് വളരെ സഹായകരമാണ്, പ്രയോജനപ്രദമാണ്. വളരെ വില കുറച്ച് അത്യാവശ്യ ഔഷധങ്ങൾ ലഭിക്കും എന്നത്
നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തും തോട്ടം തൊഴിലാളികളും പാവപ്പെട്ട ആളുകളും തിങ്ങിപ്പാർക്കുന്ന രോഗം വന്നാൽ ചികിത്സിക്കാൻ നിർവാഹമില്ലാത്ത ഒരു വലിയ ജനവിഭാഗം ജനസമൂഹം ഇവിടെ ഉണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ്, ബാങ്ക് സെക്രട്ടറി KJ ടോമിച്ചൻ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സഹകാരികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ച ദിവസങ്ങളിലും മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തിക്കുമെന്ന് ബാങ്ക് ഭരണസമിതി അറിയിച്ചു. സിറ്റി വിഷൻ, പൂപ്പാറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേവികുളത്ത് ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി ജീവനക്കാർ. ദുരിതക്കയത്തിൽ നിന്നും മോചനമില്ലാതെ പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾ. അന്തിയുറങ്ങുന്നത് ഏത് സമയത്തും നിലംപതിക്കാവുന്ന ലയങ്ങളിൽ. ലയങ്ങളുടെ നവീകരണം പ്രഖ്യാപനത്തിൽ മാത്രം. കാടുകയറാതെ കാട്ടുകൊമ്പൻ പടയപ്പ നാട്ടിൽ നാശം വിതയ്ക്കുന്നു. പടയപ്പയുടെ പരാക്രമം തുടർക്കഥയായതോടെ പുറത്തിറങ്ങാൻ ഭയന്ന തോട്ടം തൊഴിലാളികൾ. മൂന്നാറിൽ നിന്നും പടയപ്പ മറയൂരിലുമെത്തി. കാലവർഷമഴ ശക്തമായി തുടരുന്നു. ജില്ലയിൽ ഇടുക്കി അണക്കെട്ടൊഴികെയുള്ള മറ്റ് ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നു. കല്ലാർകുട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകൾ തുറന്നിരിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.